ഹലോ, ഞാൻ ഇബ്രാഹിം ചോലക്കൽ, റിട്ടയർഡ് SI ആണ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും കാണാറുണ്ട് അല്ലേ? അങ്ങനെ ഉള്ള പല വൃക്ഷങ്ങളും നമുക്ക് നഴ്സറികളിൽ പോകുമ്പോൾ വലിയതായ വില കൊടുക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും അത് നല്ല ഒരു ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ തന്നെ അത് കൃത്യസമയത്ത് അതിൽ പൂക്കളും കായകളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സ്ഥലപരിമിതിക്ക് അനുസരിച്ച് പല തൊട്ടികളിലും മറ്റും നമുക്ക് കൃഷി ചെയ്യാം. ആദ്യം നമുക്ക് ലെയറിങ് ആണ് പറയുന്നത്. ലെയറിങ്ങിന് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് മണ്ണ് ഇവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യണം. അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ അത് ഏകദേശം ഒരു 1/2 കിലോ വരുന്ന അത്ര തന്നെ വേണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പുട്ടുപൊടിയുടെ പരുവത്തിൽ മതി. വേനൽക്കാലമാണ് വേണ്ട, സ്വല്പം കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതിൽ മറ്റേ കല്ലോ കട്ടകളോ ഒന്നും പാടില്ല. അത് അത്രയും വെയിറ്റ് ആ കൊമ്പിൽ തൂങ്ങുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് എടുത്ത് കളയുന്നത്. ശേഷം അത് നല്ല ടൈറ്റ് വേണ്ട, ഒരു മീഡിയം ടൈറ്റാക്കിയിട്ട് അതിനെ ഒന്ന് കെട്ടി വെക്കുക. നല്ല കയറ് ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കുക. കെട്ടിയ ശേഷം നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കൊമ്പിൽ നല്ല കൊമ്പ് സെലക്ട് ചെയ്തിട്ട് അതിൽ 2 ഇഞ്ച് ഭാഗത്ത് റൗണ്ടിൽ അതിൻ്റെ തൊലി കളയണം കേട്ടോ. ഷാർപ്പായിട്ടുള്ള കത്തിയാണ് ഉപയോഗിക്കേണ്ടത്. ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ മധ്യഭാഗത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ശേഷം ഈ മരക്കൊമ്പിൽ കണ്ട ആ ഗ്യാപ്പ് കറക്റ്റ് ഉള്ളിൽ മരക്കൊമ്പ് വരത്തക്ക രീതിയിൽ പൊതിഞ്ഞ് കെട്ടുക. ഈ പ്ലാസ്റ്റിക് കവറാകുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ, അതിൻ്റെ ഈ വെള്ളം ബാഷ്പമൊന്നും പുറത്തു പോകില്ല. മണ്ണിലെ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവും, ജലാംശമൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അത് നന്നായിട്ട് പിടിച്ച് കെട്ടുക. ഇത് നമുക്കിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പലപ്പോഴും 6 മാസത്തിൽ തന്നെ ഇതിൽ പൂക്കളും കായകളും ഉണ്ടാവും. നല്ല നമ്മുടെ സ്ഥലപരിമിതിക്കനുസരിച്ച് ഒരു ഫലവൃക്ഷം നടാം.